100% ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി. വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര. അയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. മലയോര ഹൈവേയുടെ ഭാഗമായി അഴുക്കുചാൽ നിർമ്മിക്കുന്നത് അശാസ്ത്രീയമാണെന്ന് ആരോപണം. ചോക്കാട് ആനക്കല്ലിലാണ് അഴുക്കുചാൽ നിർമ്മിക്കുന്നത് അപാകതയുണ്ടെന്ന് നാട്ടുകാർ ആരോപിച്ചത്. റോഡിൽ മുമ്പുണ്ടായിരുന്ന ഉപയോഗശൂന്യമായി മാറിയ കലുങ്ക് പൊളിച്ച് പുതിയത് നിർമ്മിക്കുകയും ഇതിലൂടെ വെള്ളം മറുഭാഗത്തെ അഴുക്കുചാലിലൂടെ ഒഴുകിപ്പോകുമെന്നുമാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. ഉപയോഗശൂന്യമായ കലുങ്കുകൾ മുഴുവൻ പൊളിച്ച് പുതിയവ നിർമ്മിക്കുന്നുണ്ട്. ചിലതിനെല്ലാം വെള്ളം ഒഴുകിപ്പോകുന്നതിനും മറ്റും യാതൊരുവിധ സംവിധാനവുമില്ല. ആനക്കല്ലിൽ നിർമ്മിക്കുന്ന കലുങ്കും ഇത്തരത്തിൽ ഉപയോഗശൂന്യമായതാണ്. പഴയ റോഡിലുണ്ടായിരുന്ന കലുങ്കാണ് പൊളിച്ച് പുതിയത് നിർമ്മിക്കുന്നത്. ഒരു ഭാഗത്തു നിന്നും അഴുക്കുചാലിലൂടെ എത്തുന്ന വെള്ളം കലുങ്കിലേക്ക് ചാടി മറുഭാഗത്തുകൂടി കയറിയിറങ്ങണം. ഈ രൂപത്തിലാണ് ഇപ്പോൾ അഴുക്കുചാൽ പണിയുന്നത്. എന്നാൽ അഴുക്കുചാലിന്റെ ആഴം ചിലയിടങ്ങളിൽ കുറഞ്ഞതും ചിലയിടത്ത് കൂടിയതുമായതാണ് അശാസ്ത്രീയമായതെന്ന ആരോപണമുയരാൻ കാരണം. ഇത് റോഡിലേക്ക് വെള്ളം തളം കെട്ടി നിൽക്കുന്നതിനും മറ്റും കാരണമാകുമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പ്രദേശവാസികളെയും സാമൂഹ്യ പ്രവർത്തകരെയും വിളിച്ചുകൂട്ടി ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടത്. ഇവിടെ ഈ വലത് സൈഡിൽ ഇപ്പൊ ഞാൻ നിൽക്കുന്നതിന്റെ വലത് സൈഡ് കാകളെ ചാല്, വെള്ളം പോകുന്ന ചാല് 3 അടിയോളുണ്ട്. ആ വെള്ളം ഇങ്ങനെ റിട്ടേൺ വന്നിട്ട് ഈ എൻ്റെ ഇടത് വശത്ത് കൂടെ ചാല് കൂടെ പോണത്. ഈ ചാലാണെങ്കിൽ 1.5 അടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതന്നെ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കിയാൽ ആ വെള്ളം ഒരിക്കലും ഇങ്ങോട്ട് വരില്ല, റൂട്ടുമൊക്കെ മറിയുള്ളൂ. പിന്നെ ഇത് യാത്രാ ദുരിതങ്ങളുടെ ഒരു ഇതാവും. നമുക്കിത് പ്രതിഷേധങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഇത് പണിയെടുക്കുന്ന ആൾക്കാർ ഈ വെള്ളം ഇങ്ങനെ ഇവിടെ കെട്ടി നിൽക്കൂല, ഇങ്ങനെ പോകും എന്നുള്ളൊരു പഠനം നമുക്ക് തന്നാൽ മതി. നമുക്കതും അവർ തന്നിട്ടില്ല. അപ്പോൾ ആ ഉകുവാലം കണ്ടില്ല, ആ ഉകുവാലം വളരെ താഴാൻ നിൽക്കണം. അതിനേക്കാളും പൊന്തിയാണ് ഈ 2 ചാലുകൾ നിൽക്കുന്നത്. എങ്ങനെ ഈ വെള്ളം പിന്നെ അവിടെ നിന്ന് വരിക? അതേമാതിരി തന്നെ ഇപ്പോൾ റോഡിൻ്റെ ആ മഠത്തിൻ്റെ പടിക്കൽ അവിടെ ഭയങ്കര പ്രശ്നമാണ്. കാരണം മുമ്പ് എല്ലാ തോടും കൂടി വെള്ളം പോയിനെ ഇപ്പോൾ ഒറ്റ പാടത്തിലേക്ക് വെള്ളം പോണതാണ്. അവിടെ വളരെയധികം കൃഷികളും വീട് വെക്കാനൊക്കെ ഉള്ള പാവപ്പെട്ട ആൾക്കാരുടെ 5-10 സെൻറ്റ് സ്ഥലങ്ങളാണ്. ആ വെള്ളം നേരിട്ട് ഈ ആനക്കല്ല് തോട്ടുമൊക്കെ കൊണ്ടുവരികയാണ് അവർ ചെയ്യേണ്ടത് ശരിക്കും. പക്ഷെ അത് അവിടെ ചെയ്യാതെ അവിടെ പിന്നെ വെള്ളം വിടാൻ ഇല്ല സംവിധാനം ഉണ്ടാക്കുക. അവിടെയുള്ള കൃഷികൾ മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ട് വരുന്ന സംവിധാനങ്ങളാണ് മഠത്തും പഠിക്കെ തന്നെ അവകാലത്തും ഉള്ളത്. അതും ഇപ്പോൾ തടസ്സപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. കാരണം പ്രശ്നക്കാർ ഞങ്ങളല്ല, ഞങ്ങളാരും പ്രശ്നം റോഡ് ഒരു വികസനം വരിക അതിന് എതിരുമല്ല. പക്ഷേ പണി ശാസ്ത്രീയമായിരിക്കണമല്ലോ. ഇത് 3 കൊല്ലമായി ഇത് അളവ് തുടങ്ങിയിട്ട്. ഇതിൻ്റെ അളവ് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം എങ്ങനെ പൂർത്തി ഇപ്പോഴും അല്ല അളന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് മുൻകിട്ടിയ പ്രകാരം റോഡ് തോന്നുന്നു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. Teddy Baby Diaper and Pants, #1 Indian baby diaper brand.